കാരണം ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യവും മതപണ്ഡിതന്മാർ അംഗീകരിക്കുകയില്ല. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരുടെ മതപണ്ഡിതന്മാർ അംഗീകരിക്കില്ല. മതപണ്ഡിതന്മാർ അംഗീകരിക്കും. ഒന്ന് തീവ്രവാദം, രണ്ട് ജിഹാദ്, തോക്ക്, ബോംബ്, സ്ത്രീ വിരുദ്ധത, ഇന്നീക്വാലിറ്റി, നോൺ മുസ്ലിംസിനെതിരെയുള്ള വയലൻസ്. എങ്ങാനും ആരെങ്കിലും ഇതിനെതിരെ ചോദിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നുകയറ്റം, ഇസ്ലാമിനെതിരെയുള്ള ആക്രമണമായി കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ നമുക്ക് സുട്ടുകൊല്ലാം. അതൊക്കെയാണ് ഇവരുടെ മതം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അത് പാവന്മാരുടെ കാര്യം. പക്ഷേ ഈ കേരളത്തിലെ സ്കൂളുകളിൽ സൂമ്പ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്, അല്ലാതെ മത പണ്ഡിതന്മാരല്ല. ഒരു മതത്തിൻ്റെയും പണ്ഡിതന്മാരല്ല. അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത്. പിന്നെ ഞാൻ ഫെയർ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അല്ല, അല്ലെങ്കിൽ സൗദി അല്ല, ഇത് ഇന്ത്യയാണ്. താലിബാൻ ഇവിടെ ഭരണത്തിലില്ല. അത് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കാം കേട്ടോ.